ആരാ മനസ്സിലായില്ല? ഞാൻ നന്ദനവർമ്മ. എങ്ങനെ വർമ്മ? നന്ദനവർമ്മ, കൊല്ലപ്പെട്ട തമ്പുരാട്ടിയുടെ ഇളയ സഹോദരൻ. അതുകൊണ്ട് തന്നെ ഈ പാലസിന്റെ ഏറ്റവും അടുത്ത അവകാശി. IPC 102. അവകാശം ആർക്കാണെന്ന തർക്കം കോടതിയിലാണല്ലോ. സാറ് വന്നത് ഇവിടെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോന്ന് അറിയാൻ. 2 പഴയ ക്ലോക്കുകൾ കൃത്യമായി നടക്കുന്നില്ല, ബാക്കിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് അവകാശമുള്ള മുതലിനെ കുറിച്ച് എനിക്ക് ആദ്യം കാണാതിരിക്കോ? റിസീവർമാര് ഭരിച്ച് നന്നാക്കിയ ചരിത്രമല്ല, നശിപ്പിച്ച ചരിത്രം എന്ന് വരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കാണും, പക്ഷെ ഞങ്ങൾ അത്രക്കാരല്ല. We are Mr. Cleans. ചക്കരക്കുടം കണ്ട അരിക്കാത്ത ഈച്ചകളുണ്ടോ? അരിക്കാത്ത ഈച്ച ആഫ്രിക്കയിലുണ്ട്, മണിയനീച്ച. ഉർമീസേ ഇല്ലേ? എന്തെങ്കിലും അവിഹിതം നടന്നു എന്നറിഞ്ഞാ ഞാൻ വേണ്ടത് ചെയ്യും. മഹാദേവർമ്മയ്ക്കും നാരായണക്കുറിപ്പിനും മാത്രമല്ല, എനിക്കും ഉണ്ട് മുകളിൽ പിടി. പിടി മുറുക്കി പിടിച്ചോടെ, കൈവിട്ടാ താഴെ പോകും, അതുകൊണ്ട് പിടിച്ചോണ്ടേ ഇരി. തമ്പുരാൻ ധൈര്യമായിട്ട് പോവാ. നിങ്ങൾ അവകാശികൾ ഭരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞങ്ങൾ ഭരിക്കും, ലാഭം ഉണ്ടാക്കും. അത് സർക്കാരിലേക്ക് ഒരു പൈസ പോലും വെട്ടിക്കാതെ അടക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇറങ്ങാം. ഇനി എപ്പ കേറും? താങ്ക് യു സർ. അനന്തം പറഞ്ഞോണ്ടേ നടക്കുന്നു, ഇല്ലെങ്കിൽ നന്ദനവർമ്മയുടെ സുന്ദരമർമ്മം ഞാൻ ഇടിച്ച് പിഴിഞ്ഞു കലയ്ക്ക്. ഒന്നും മിണ്ടാതിരിയടാ മഞ്ഞപ്രകാരം മാപ്പിളെ. ഒന്നുമില്ലെങ്കിൽ അവർ ഈ കൊട്ടാരത്തിന്റെ അവകാശികളാ. രാജഭരണമൊക്കെ പോയെങ്കിലും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. സോറി സർ. നിന്റെ ഒരു ഒടുക്കലത്തെ പഴം. എന്താ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, പതിവായിട്ടൊരു സന്ധ്യാദീപ കാഴ്ച. സന്ധ്യാ നേരത്ത് ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി നിന്ന് ദീപം തെളിക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. മെഴുകുതിരി വെളിച്ചം മാത്രം കണ്ട് ശീലിച്ച നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ മരങ്ങോടം മാപ്പിളെ. ഇനി ദം പിടിക്കാൻ വയ്യ. പറഞ്ഞു തന്ന അടവുകൾ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. തുടങ്ങാം. വാരി വലിഞ്ഞ് തൊട്ട് തൊഴുത് ഇടത് മാറി വലത് മാറി നിന്ന് തിരിഞ്ഞമർന്ന് വലിഞ്ഞൊഴിഞ്ഞ് ഈ അടവ് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെയോ ഒഴി? ഞാൻ സ്വല്പം നേരത്തെ ഒഴിച്ചതാ. അത് ഒഴിയാൻ എന്റെ കർത്താവേ, തല കൊയ്യരുത്. എന്റെ കർത്താവേ, അങ്കക്കലി മൂത്ത് തല കൊയ്യാൻ നിന്നപ്പോഴാണല്ലോ സുഗന്ധി വന്ന് തലയിട്ടത്. നീ പേടിച്ചു പോയോ? ഞാൻ ഇവരെ കുറച്ച് നല്ല അടവുകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ വാടും കത്തിയും കൊണ്ടുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ഇത് വെറുതെ തമാശന് വേണ്ടിട്ടല്ലേ. നിങ്ങളിങ്ങനെ സംസാരിച്ച് കേൾക്കാതെ എന്റെ തല കൊയ്യ്. ഞാൻ പോയി കുളിക്കട്ടെ. നീ പോയി വേഗം കുളിക്കൂ ഉർമീസ. അതെ ഉർമീസേ, 2 ചായയും കൂടി എടുത്തോ. കുളിച്ചിട്ട് ചായ ഇടണോ, ചായ ഇട്ടിട്ട് കുളിക്കണോ? കുളിച്ചോണ്ട് ചായ ഇട്. ഓക്കെ. നീ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണ്, ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ ആ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ കൊണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ചായ ഇടാൻ പറയുമ്പോട്ടാണ്, കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. വേണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ. സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീലോ. ഇത് മുംബൈയിലെ ഒരു ഹോട്ടലിന്റെ മോഡലാ. എന്റെ അങ്കിളായിരുന്നു അതിന്റെ ഇന്റീരിയർ ഡിസൈനർ. നമുക്ക് ഇൻഡോ ഇറ്റാലിയൻ കൾച്ചർ ക്ലബ് കിണാപ്പ് ഉണ്ടാക്കണ്ട. ഒരു മാസം ചെരച്ചു വന്നിരിക്കുന്നു ഇൻഡോ ഇറ്റാലിയൻ കോപ്പ്. ഈടോ അടുത്ത മാസം ഓപ്പൺ ചെയ്യേണ്ടതാ.
നാടമുറിക്കുന്ന ആരാന്നറിയാവോ? കേന്ദ്രമന്ത്രിയാ. വലിയ ഗോത്താഴത്തെ ഡിസൈനർമാര്. ഡിസൈൻ സെലക്ട് ചെയ്യാൻ താമസിച്ചോണ്ടാ. ഇന്ന് തന്നെ തുടങ്ങിയാൽ 1 മാസത്തിനാ തീരും. ഏത് ഡിസൈനാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിന്റെ പേര് നിങ്ങൾക്കറിയാവോ? ന്യൂ പാലസ്. അങ്ങനെ പേരിടാൻ കാരണം എന്താണെന്നറിയാവോ? കൊട്ടാരങ്ങളുടെയും കോവിലകങ്ങളുടെയും നാടാണ് അനന്തപുരി. അതുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ടത്. പേര് മാത്രം രാജകീയമായാ മതിയോ? പോരാ, അതിന്റെ ഗട്ടിലും മട്ടിലും ഒരു രാജകീയത വേണം. അകം കണ്ടാൽ കൊട്ടാരം തന്നെ ആയിരിക്കണം. സാർ എന്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോ എത്ര ലക്ഷങ്ങളാവുമെന്ന്? അതിന് താൻ വേർക്കണ്ട. ലക്ഷങ്ങളല്ല, കോടികൾ വരും. എടോ, ഒറ്റാരി കിടക്കുമ്പോ കുളം തപ്പണ്ട കാര്യമുണ്ടോ? കണക്കൊക്കെ ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം. എടാ കള്ള, പട്ടാപ്പകല് നിലവിളക്ക് വെക്കുന്നോ? തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുവാദം ചോദിക്കാതെ കയറാൻ? ഉറുമീസേ, എന്റെ അമ്മാവനാ. അല്ല, യവൻ കരുതി പല രാജാവുമായിരിക്കുന്നല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ? മനസ്സിലായില്ല. എന്റെ ഗുമസ്തനാ. ഉറുമീസ്, എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവന്. എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ. അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ആ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ ഈ കൊട്ടാരൊക്കെ ചുറ്റിടന്ന് കണ്ടേക്കാവുന്ന. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. എല്ലാം നല്ല ഉരുപ്പടികളാണ്. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതല. ഈട്ടിയാ? ഈട്ടിയാണോ? ആ, ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് ഭരണം? കുഴപ്പമില്ല. ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം. അത് നമുക്കൊരു അന്തസ്സ. ഞാനുമായിട്ട് ഈ സ്ഥാനത്തിന് പിട്ടുപലി ഉണ്ടാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി എനിക്ക് 4 വർത്തമാനം പറയണം. ആ, ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മാവ. ഞാനും. നീ ശ്രമിക്കണ്ട. ഇല്ലേ, നീ ഒരു ചായ ഇട്ടുണ്ടോ? അമ്മാവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ? കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മാവ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നൊക്കെ അവക്ക് വേണ്ടിട്ടല്ലേ. അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി. ചൂട് ലേശം കുറവാ. ആ, അസല് ചായ, നല്ല കൈപ്പുണ്യം. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ഇപ്പൊ ആലോചിക്കാം. ഇവിടെ അത് അമ്മയും അപ്പൂപ്പനൊക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധേനങ്ങളെ വലിച്ചരയ്ക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? തിരുപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്നൊരുക്കം? ഒരു ലോറി പിടിക്കണം, 2-3 ചുമട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും അമ്മാവ? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ഫീസ് മേടിക്കാനോ? എടാ, ഒരു കേസ് 10 രൂപയ്ക്ക് കിട്ടിയവരോടാ നിനക്ക് ഇതിന്റെ 10 ഇരട്ടി. ഇത് നിയമവിരുദ്ധം അമ്മാവ, അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം. യാതൊരു മാനദണ്ഡവുമില്ലാതെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്ര ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യം അമ്മാവ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളതാ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയേണ്ടത് ഞാനാ. അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ്. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട. ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്ത, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോണ്ട മുതലല്ലേ. പോയിന്റ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാടാ ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്.
ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോ എന്ന് നീ തീരുമാനിക്കും. അതെ. ഓ, എന്തൊരു മഹാൻ. പിന്നെ ഓ, ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി.